ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഈശ്വരൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം, അത് ഏത് സമയം ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ദിവസമാണോ ഇത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു നിമിഷം ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ആ പ്രപഞ്ച ശക്തിക്ക് നേരെ സറണ്ടർ ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ശരിയായ മെസ്സേജ് ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. സോ നമുക്ക് നോക്കാം ഇന്ന് ആ പ്രപഞ്ച ശക്തിയായ ഈശ്വരൻ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ എനർജി എടുക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണുള്ളത് നമുക്ക് നോക്കാം. ഏത് എനർജിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത് നോക്കാം. വാവ്, ഇന്ന് നിങ്ങൾ മെജീഷ്യൻ എനർജിയിൽ ഇരിക്കുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവറുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഉള്ളത്. നിങ്ങൾ കുറച്ച് ആക്റ്റീവായിരിക്കും ഇന്ന്. ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഉത്സാഹം ഒക്കെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും. ഞാൻ ഇന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും, എനിക്കതിന് സാധിക്കും എന്ന് പറയുന്ന ഒരു എനർജിയിലായിരിക്കണം നിങ്ങൾ ഇന്നത്തെ ദിവസം ഇരിക്കുന്നത്. വളരെ നല്ലൊരു എനർജിയാണ്, പോസിറ്റീവ് എനർജിയാണ് മെജീഷ്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ദൈവം നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് വരുന്നത്? ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനാണ് പറയുന്നത്. ഇറ്റ് മീൻസ് ആവശ്യമില്ലാത്ത ഭയങ്ങൾ, കൺഫ്യൂഷൻസ് അത് നിങ്ങൾ ഒഴിവാക്കണം. കാര്യം ഓൾറെഡി നിങ്ങളിപ്പോൾ നല്ലൊരു എനർജിയിലാണ്, മാനിഫെസ്റ്റേഷൻ എനർജിയിലാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇത് രണ്ടുണ്ട് കാര്യം. ഒന്ന്, നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാനും പറ്റും. രണ്ട്, നെഗറ്റീവ് തോട്ട്സ് വന്നാൽ അതും റിയാലിറ്റി ആയിട്ട് മാറും. സോ ഇത് രണ്ടും സൂക്ഷിക്കുക. നമുക്കിപ്പോൾ ഒരു പവറുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യാനുള്ളൊരു പവർ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ശരിയായ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി വേണം നമ്മൾ യൂസ് ചെയ്യാൻ, ഇല്ലേ? നമ്മൾ കോൺഫ്ലിക്റ്റിൽ ഇരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി ഇരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാം ശരിയാവണം എന്നില്ല. സോ ആ ഒരു ശാന്തിയിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾ കോൺഫ്ലിക്റ്റോട് കൂടി എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും വരുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ലൈഫിൽ സംഭവിക്കുന്നത്. സോ അങ്ങനെ ഒരു എനർജിയിൽ പോവരുത്. സോ നിങ്ങളുടെ കൺഫ്യൂഷൻസും കോൺഫ്ലിക്ട്സും ഒഴിവാക്കാനാണ് പറയുന്നത്. മനസ്സിനെ ശാന്തമാക്കണം. ശാന്തമാക്കിയിട്ട് സ്വയം ചോദിക്കുക, എന്താണ് എനിക്ക് വേണ്ടത്, എന്താണ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ചോദിച്ചുകൊണ്ട് വേണം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യാനായിട്ട്. അല്ലാതെ നിങ്ങൾ കോൺഫ്ലിക്റ്റോട് കൂടി ഒരു മൈൻഡിൽ നിങ്ങളത് ചെയ്യരുത്, എങ്കിൽ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ആയിപ്പോവും. ഇതാണ് നിങ്ങൾക്ക് പ്രപഞ്ചം ഇന്ന് തരുന്ന ഗൈഡൻസ്. ഇന്ന് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിക്കാം, ഇനി എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ. നിങ്ങളുടെ ഏതോ ഒരു കാർമിക് ഇറ എൻഡ് ആവുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ജോലിയിലായിരുന്നാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലുമായിട്ടൊക്കെ പ്രശ്നമോ അങ്ങനെ ആരെങ്കിലുമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു കാർമിക് എന്താ പറയുക സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ അതിനൊരവസാനം വരികയാണ്. ദാറ്റ് മീൻസ് പുതിയ ഹോപ്പ്, പുതിയ പ്രതീക്ഷകൾ നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്ത് വരികയാണ്. ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കാം നിങ്ങളുടെ ഒരു കാർമിക് പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങളുടെ കോൺഫ്ലിക്ട്സ്, ആരോടൊക്കെയോ ഉള്ളൊരു കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ സ്വന്തം ഇമോഷൻസിനോടുള്ളൊരു കോൺഫ്ലിക്ട്സ്, ഇതെല്ലാം കാർമിക് എഫക്റ്റാണ്. സോ ആ കാർമിക് എഫക്റ്റിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരികയാണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ അതിൽ നിന്ന് അത് റിമൂവായി പോവാണ്. വളരെ പോസിറ്റീവായിട്ട് നല്ലൊരു എനർജിയാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഈ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസ് ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത ഇന്നർ കോൺഫ്ലിക്ട്സ് നിങ്ങൾ ഒഴിവാക്കുക. മെജീഷ്യൻ പവറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് റിയാലിറ്റി ആയിട്ട് വരും. സോ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു കാർമിക് പീരീഡ് എൻഡ് ആവാനും കൂടെ പോവുകയാണ്. ആരുമായിട്ടെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലമായിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ടാണോ, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ അത് എൻഡ് ആവാനായിട്ട് പോവുകയാണ്. ബോട്ടം ഓഫ് ദ ഡെക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം. ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ, അതുപോലെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതും എൻഡായി പോകുന്നതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ അതിനാദ്യം മനസ്സ് ശാന്തമാക്കുക. മൈൻഡ് എന്താ പറയുക, മൈൻഡിലെ ഹെവിനെസ് കുറയുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ പകുതി പ്രശ്നങ്ങൾ മാറും. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഗൈഡൻസ്. സോ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഇത് കാണുന്നവരെല്ലാവരും യൂണിവേഴ്സിന് നിങ്ങൾ താങ്ക്സ് പറയുക. യൂണിവേഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയായ ഈശ്വരനാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് കൊണ്ട് തന്നത്. സോ താങ്ക് യു യൂണിവേഴ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.